അൽഹംദുലില്ലാ, ഇന്ന് മഗ്രിബോട് കൂടിയിട്ട് വിശുദ്ധമായ മുഹറം മാസം തുടക്കം കുറിക്കുകയാണ്. പുതിയൊരു വർഷം 1447 ആണ്ടിത കടന്നു വരുന്നു. ഒരുപാട് ചിന്തകൾക്കൊക്കെ വിധേയമാക്കേണ്ട വർഷങ്ങളും ദിവസങ്ങളും ഒക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് മഗ്രിബിന് ശേഷം നാളെ മഗ്രിബ് വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട ചില അമലുകൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇത് ചെയ്യുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷക്കാലം, ഇനി വരുന്ന അടുത്ത വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മളുടെ ജീവിതം കളർഫുള്ളാക്കി തരും. അതുപോലെ തന്നെ വിപത്തുകളിൽ നിന്നും അല്ലാഹു കാവൽ നൽകും. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ മാക്സിമം എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലെ മക്കളെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, കുടുംബാദികളെ കൊണ്ടൊക്കെ മാക്സിമം ചെല്ലാൻ ശ്രമിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാരിലും ഭാര്യയിലും മക്കളിലും അതുപോലെ തന്നെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട സർവ്വ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നൽകുമാറാകട്ടെ, വലിയ റാഹത്ത് നൽകുമാറാകട്ടെ. കച്ചവടങ്ങളിൽ അതുപോലെ ജോലികളിൽ നമ്മുടെ സമ്പാദ്യത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്ത് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ന് ചൊല്ലേണ്ട ദിക്റുകളും സ്വലവാത്തുകളും അതുപോലെ തന്നെ ചില ആയത്തുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്കുകൾ നിർത്തും. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഒരു വർഷം ഇതാ തുടക്കം കുറിക്കുന്നു. അള്ളാഹു കഴിഞ്ഞൊരു വർഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെയും വീഴ്ചകളെയും അപാകതകളെയും മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. ഇനി വരുന്ന വർഷങ്ങൾ അള്ളാഹു നമുക്ക് വലിയ റാഹത്തുള്ള, സന്തോഷമുള്ള, സക്കീനത്തുള്ള, ഒരുപാട് ലാഭങ്ങളുള്ള, അനുഗ്രഹങ്ങൾ പേമാരികളായി വർഷിക്കുന്ന നല്ല വർഷങ്ങളാക്കി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യേണ്ടത്? വർഷത്തിൻ്റെ തുടക്കം നന്നാക്കണം. നമ്മളുടെ ആ വർഷത്തിൻ്റെ ആരംഭം നന്നാക്കിയെടുക്കണം. അതിന് ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബ് മുതൽ തുടങ്ങുന്ന ഈ വർഷത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ കുറേ നല്ല കാര്യങ്ങൾ കൊണ്ട് തുടക്കം കുറിക്കണം. കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ ചില ദുആകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ഒടുക്കവും നമുക്ക് നന്നായി കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു മഗ്രിബ് മുതൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞാൽ, ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മാറ്റം ഉണ്ടാക്കും എന്നൊരു നല്ല നിയ്യത്ത് ഖൽബിൽ വെക്കുക. എന്താണ് മാറ്റം എന്നൊക്കെ നമുക്ക് വഴിയെ ചിന്തിക്കാം. ഇൻഷാ അല്ലാഹ് എന്തായാലും നല്ലൊരു നിയ്യത്ത് വെക്കാം. ഇൻഷാ അല്ലാഹ് ഇതുവരെ ഉള്ളതുപോലെയല്ല, ഇനി ഒരു മാറി ചിന്തിച്ച് അള്ളാഹുവിന് പൊരുത്തമുള്ള രൂപത്തിലേക്ക് എൻ്റെ ജീവിതം ഇൻഷാ അല്ലാഹ് ഒന്ന് മാറ്റാൻ ഞാൻ ശ്രമിക്കുമെന്ന് ഒരു മനസ്സിലൊരു നല്ല നിയ്യത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്ന ദിക്റുകളും അതുപോലെ തന്നെ ചില ദുആകളും ചില സൂറത്തുകളും ആയത്തുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് സുദീർഘമാക്കി കൊണ്ടുപോകില്ല, ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ചൊല്ലിത്തരാം. നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലുകയാണെങ്കിൽ ആ ഒരു ചൊല്ലൽ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മതിയായതാണ് അല്ലേ. ഞാനിപ്പോൾ ചൊല്ലുന്ന സമയത്ത് പിന്നീടത്തേക്ക് മാറ്റി വെക്കണ്ട, ഇപ്പം തന്നെ എൻ്റെ കൂട്ടത്തിൽ തന്നെ അതങ്ങ് ചൊല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കത് റാഹത്തായി ഇപ്പം തന്നെ അത് ഫലവത്തായി കിട്ടും ഇൻഷാ അല്ലാഹ്. തുടക്കത്തിൽ മുഹറം 1 ആയി എന്നറിഞ്ഞാൽ, നമ്മുടെ ഇന്ന് മഗ്രിബോട് കൂടി മുഹറം 1 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? പിറ കണ്ടു. ആ പിറ കണ്ടു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, മാസപ്പിറ കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അത് ഏത് മാസപ്പിറ കാണുമ്പോഴും ചൊല്ലൽ സുന്നത്താണ്. ഒരു ദിക്റുണ്ട്, ഞാൻ ചൊല്ലി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഒന്ന് കൂടെ ചൊല്ലാം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുകല്ലാഹു ഹിലാലു റുഷ്ദിൻ വ ഖൈർ. ഒന്നുകൂടെ ചൊല്ലിത്തരട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുകല്ലാഹു ഹിലാലു റുഷ്ദിൻ വ ഖൈർ. ഇൻഷാ അല്ലാഹ് ഒരു വട്ടം ചൊല്ലുക. ഇനി അടുത്തത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. അത് ഞാനിപ്പോൾ ഓതുന്നില്ല, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറിയുന്ന സൂറത്തായതുകൊണ്ട് അതിനുശേഷം ഇത് ചൊല്ലിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ, ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഓതണമെന്നില്ല, ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഓതിയാൽ മതി. നമുക്കറിയാം തബാറക സൂറത്ത് അറിയില്ലേ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് 30 ആയത്തുകൾ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുക. വലിയ ശ്രേഷ്ഠതയുണ്ട്. ഈ ഒരു വർഷം മുഴുവൻ കാവൽ ലഭിക്കാനത് കാരണമായി തീരും. ഇൻഷാ അല്ലാഹ് മറക്കാതെ ഓതുക. ഇനി ഇതിന് ശേഷം നമുക്ക് ചൊല്ലാൻ പറ്റിയ ഈ ദിവസം പകലോ അല്ലെങ്കിൽ ഇപ്പോൾ ചൊല്ലാൻ പറ്റുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചൊല്ലുക. ഇനി അതല്ല ഇപ്പോൾ സമയം കിട്ടിയില്ല എങ്കിൽ നാളെ മഗ്രിബിന് മുമ്പായിട്ട് ചൊല്ലി തീർക്കുക. 360 തവണ ആയത്തുൽ കുർസി ഓതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാ ഇത് ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ബിസ്മിയോട് കൂടിയിട്ട് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് ആയത്തുൽ കുർസി ഒരു തവണ ഓതുക. രണ്ടാമത് വീണ്ടും ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് ഓതുക. അതാണ് അതിൻ്റെ ശ്രേഷ്ഠതയുള്ളത് എന്ന്, അതിനാണ് ഫضലുള്ളത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. അപ്പം
എന്ത് ചെയ്യുക, 360 തവണ ആയത്തുൽ കുർസി ഓതുക. അപ്പോൾ ഒറ്റ ഇരിപ്പിന് ഓതി തീർക്കണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ആദ്യത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് മുഹറം 1 ചെയ്യേണ്ട, അപ്പം നാളെ മഗ്‌രിബിന് മുമ്പായിട്ട് ചൊല്ലി തീർത്താൽ മതി. അതിനുശേഷം ഈ ആയത്തുൽ കുർസി ഓതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ദുആ ഇപ്പോൾ തന്നെ നിങ്ങൾ കൂടെ ചൊല്ലിക്കോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി إلى أحسن الأحوال بحولك وقوتك يا عزيز يا متعال وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഈ ഒരു ദുആ ചൊല്ലിയതിന് ശേഷം ഈ ശേഷം പറയാൻ പോകുന്ന ദുആ ഒരു 3 തവണ പറയുക. ഇപ്പോൾ തന്നെ നമുക്ക് ഇത് പറയാം. എന്ത് ചെയ്യുക, പറയുമ്പോൾ തന്നെ ആ ഒരു നമ്മുടെ ദിക്ർ ചൊല്ലൽ കഴിയുമല്ലോ, പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ ചൊല്ലിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ചൊല്ലിയോ? അതിനുശേഷം അല്ലാഹുമ്മ അന്തൽ അബദിയുൽ ഖദീമു അൽ അവ്വലു وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء فالاشتغال بما يقربني إليك زلفى. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ചൊല്ലി 3 വട്ടമാണ് ചൊല്ലേണ്ടത്. ഒന്നുകൂടെ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء فالاشتغال بما يقربني إليك زلفى. إن شاء الله ഇത് ഒരു തവണ കൂടെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക, ആ ദുആ കഴിഞ്ഞു. ഇത് ചൊല്ലിയതിന് ശേഷം ഇനി ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 113 ബിസ്മി എഴുതുന്നൊരു പതിവ് മുൻഗാമികളിൽ ഉണ്ടായിരുന്നു. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കാൻ അത് കാരണമായി തീരും. അതിൻ്റെ വിശദമായ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അറിയേണ്ടവർ അത് വീഡിയോ കേട്ടാൽ മനസ്സിലാവും. 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതേണ്ട രൂപം. പിന്നെ ആ ബിസ്മി എഴുതുന്ന സമയത്ത് പലരും ചോദിക്കുന്നൊരു സംശയം ഉണ്ടായിരുന്നു, അശുദ്ധിയുള്ള സ്ത്രീകൾ എന്താ ചെയ്യേണ്ടതെന്ന്. അവർക്ക് എഴുതാൻ പറ്റുമോ? കാരണം ബിസ്മി ആയത്തല്ലേ. ദിക്ർ എന്ന നിലയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ചൊല്ലാറുണ്ട് ഇല്ലേ? ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലും. എന്താ ദിക്ർ എന്ന നിലയിൽ, ആയത്ത് ആ നിലയിൽ എന്ത് ചെയ്യുക, എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ല. ദിക്ർ എന്ന ആ നിയ്യത്തിൽ എഴുതിയാൽ വിഷയമൊന്നുമില്ല കേട്ടോ. അശുദ്ധിയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്കും എഴുതാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഇത് ചൊല്ലി ഇത് എഴുതി ഇതൊക്കെ ചെയ്തതിന് ശേഷം പുതുവർഷത്തിൻ്റെ ആശംസ നേരുക എന്നുള്ള സുന്നത്താണ്. പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് വർഷം കടന്നു വരുമ്പോൾ ന്യൂ ഇയർ പറയാറ്, ഹാപ്പി ന്യൂ ഇയർ പറയില്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു പുതുവർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറമാണ് പുതുവർഷം കടന്നു വരുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുല്ലു ആമിൻ വ അന്തും ബിഖൈർ, നിങ്ങളുടെ എല്ലാ വർഷത്തിലും അള്ളാഹു അനുഗ്രഹം ചെയ്തു തരട്ടെ എന്നൊക്കെ ഒരു ആശംസ പറയുക എന്നുള്ളത് സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. പിന്നെ ഇതോടൊപ്പം തന്നെ ചോദിക്കാറുണ്ട്, ഇതിൽ കുറേ ആയത്തുകളും ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഇങ്ങനെയൊക്കെ കുറേ സംഗതികൾ പറഞ്ഞു. അത് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ഓതാൻ പറ്റൂലല്ലോ ഇല്ലേ ഈ പറഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നും മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ കഴിഞ്ഞു പോയ വർഷങ്ങളിലൊക്കെ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും മനസ്സിൽ കരുതിക്കൊണ്ട് എന്ത് ചെയ്യുക, പാപങ്ങൾ മുഴുവൻ പുറത്ത് കിട്ടണം എന്ന നിയ്യത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അധികരിപ്പിക്കുക. എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് മാക്സിമം ഈ ദിവസം അധികരിപ്പിക്കുക എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുക, കളർഫുൾ ആക്കി വെക്കുക. എന്നാലോ വരുന്ന ദിവസങ്ങൾ മുഴുവൻ ഈ ഒരു വർഷം 362 ദിവസവും റബ്ബിന്റെ കാവൽ ലഭിക്കാൻ, അനുഗ്രഹങ്ങൾ ചൊരിയാൻ അത് കാരണമായി തീരും. ഇൻഷാ അല്ലാഹ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചെയ്യുക കേട്ടോ. ഇപ്പം എൻ്റെ കൂടെ ഓതിയവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ ഓതൽ കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഓതാത്തവരുണ്ട് എങ്കിൽ വെറുതെ കേട്ടുപോയതേ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക, ഒരു തവണ ഇതൊന്ന് കേട്ട് ഇൻഷാ അല്ലാഹ് ഓതിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളാണ് ഇല്ലേ, ചെയ്യാൻ പറ്റുന്ന ഓതാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ ഇതൊക്കെയാണ് പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പറ്റുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്ന ആളുകളൊക്കെ ചെയ്തു നോക്കുക.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ദിവസങ്ങളും മാസങ്ങളും അതുപോലെ വർഷങ്ങളും ഒക്കെ നമുക്ക് പൊരുത്തമുള്ള, അതുപോലെ തന്നെ നമ്മെ പൊരുത്തപ്പെടുന്ന, റബ്ബിന് പൊരുത്തമുള്ള രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും വാതിൽ തുറന്നു തരുമാറാകട്ടെ. ഈ ഒരു വർഷം മുഴുവൻ അതുപോലെ തന്നെ വരുന്ന വർഷങ്ങൾ മുഴുവൻ അല്ലാഹു സക്കീനത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലൊരു വർഷം തരട്ടെ എന്ന് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കാണാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.